അങ്ങനെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആണല്ലേ? സുഖല്ലേ? അടിപൊളിയല്ലേ? ഒരു വലിയൊരു ജേണി അല്ലേ? ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു ജേണിയിൽ എത്തുന്ന ഒരു സംഭവമാണ് ഒരു കഷ്ടപ്പെട്ട് തന്നെ മോണിറ്റൈസേഷൻ ഓൺ ആവാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ. ഇത്രയും ചെയ്തതല്ല, ഇനി അങ്ങോട്ടേക്ക് ഒരു റവന്യൂവിൻ്റെ സിസ്റ്റത്തിലേക്ക് എത്തുക അല്ലേ നമ്മളെ ഇന്ന്? അപ്പോൾ ഹാപ്പി അല്ലേ ഇന്ന്? ലെറ്റ്സ് ഗോ കൊടുക്കുക എല്ലാവർക്കും കാണട്ടെ എങ്ങനെയാണ് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ ഉണ്ടാവുക. ഏൺ യൂട്യൂബ്. അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു ടാബ് വരും അല്ലേ? ഏൺ ഓൺ യൂട്യൂബ്, വാച്ച് പേജ് ആഡ്സ്, ഷോർട്ട് ഫീഡ് ആഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്ത് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നു മോളെ. അപ്പോൾ ഇന്നോട്ട് ഒരു മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ക്രിയേറ്ററായി മാറി നീ പോലും അറിയാതെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്ക്. അപ്പം ഏൺ ഫ്രം ആഡ്സ്. അപ്പോൾ യൂട്യൂബ് പ്രീമിയം ഓൺ ദ വാച്ച് പേജ് എന്ന് വെച്ചാൽ പേജുകളിലൊക്കെ പ്രീമിയം ആയിട്ട് നമുക്ക് വീഡിയോ ഇടുക. അതായത് വലിയ വലിയ പാട്ടൊക്കെ ഇടുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ അല്ല, ഒരു പ്രീമിയം ആയിട്ടുള്ള കുറേ പേജ് ഇടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്യാം. അതുപോലെ ആവാൻ മാത്രം കുറേ ബുദ്ധിയൊക്കെ വേണം അതിനൊക്കെ. അത് നമുക്ക് ആർക്കും ഇല്ല, അപ്പോൾ അണക്ക് തീരെ ഇല്ല. അപ്പോൾ ഇനി ടേംസ് ആൻഡ് പോളിസീസ് ആണ്. ആ പോളിസീസും കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്ത് ഞാൻ വായിച്ചു നോക്കൊന്ന് മോണിറ്റൈസേഷൻ ഓണാക്കാൻ പോവാ. ശരിക്കൊരു സംഭവമാടി. എൻ്റെ ഫേസ് ഭയങ്കര വാല്യൂ ഉള്ള ഫേസ് ആട്ടോ. ഈ ഭയങ്കര നല്ലൊരു ക്രിയേറ്ററായി മോണിറ്റൈസേഷൻ ഓൺ ആയിട്ട് എനിക്ക് ഐ എം സോ പ്രൗഡ് ഓഫ് യു. എന്ത് പോണേ, സോ പ്രൗഡ് ഓഫ് യു. ഐ എം ആസ് എ ബ്രദർ ആൻഡ് എഡിറ്റർ ഐ എം സോ പ്രൗഡ് ഓഫ് യുവർ വർക്ക്സ്. അപ്പോൾ വായിച്ചു നോക്കുന്നില്ലേ എന്തൊക്കെയാണ് വായിച്ചു നോക്കുക? ഇതിൻ്റെ മോണിറ്റൈസേഷൻ്റെ റൂൾസും കാര്യങ്ങളാണ്. പേജ് മോണിറ്റൈസേഷൻ ഓൺ ആകുമ്പോൾ അതിനകത്തുള്ള കാര്യങ്ങൾ, റീഡബിലിറ്റി, എങ്ങനെയാണ് വീഡിയോൻ്റെ ആഡ്സ് കാര്യങ്ങൾ, എങ്ങനെയാണ് റവന്യൂ സിസ്റ്റം വരുന്നത്, അതൊക്കെയാണ് ഇതിനകത്ത് വായിക്കാനുള്ളത്. വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചാൽ നല്ലതാണ്. ഇത് ഒരു തവണയേ വായിക്കാൻ പറ്റുള്ളൂ ലൈഫിൽ. പിന്നെ നമുക്കിത് വായിക്കാൻ ഞാനത് ഒരു വർഷം ഒരെണ്ണം വെച്ച് വായിക്കാറുണ്ട്. ഇപ്പോൾ ഓവറാക്കല്ല. ശരത്ത് പുതിയ വെഡിങ് പേജ് ഐഡൽ നന്ദുട്ടൻ വ്ളോഗ് മോണിറ്റൈസേഷൻ ഓണാവും. പിന്നെ ഐ ആം കൺസിസ്റ്റന്റ് ആൻഡ് ഡിസിപ്ലിൻ നോട്ട് ലൈക്ക് ഫെല്ലോ ഇഡിയറ്റ്സ്. മോണിറ്റൈസേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ ട്രീറ്റ് ഉണ്ടോ? ഫസ്റ്റ് പൈസ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും യൂട്യൂബിൽ നിന്ന്? അച്ഛനും അമ്മയ്ക്കും എന്താണ് ദേവാ എന്ത് ചെയ്യാ? അല്ലേ 18 വയസ്സായോ? എത്ര വയസ്സായി നമുക്ക്? 18 കഴിഞ്ഞാ കാലം കൂടിപ്പോയി. ഓക്കെ, ഈ വായിക്കട്ടോ. ഞാനൊരു മിനിറ്റ്, ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. ഇപ്പൊ വരാം. നിനക്ക് കിട്ടി ഇത്രയും കാലത്തിന് ശേഷം സംഭവത്തിലേക്ക് എത്തുക. ഇമ്പോർട്ടൻ്റ് ആണ് മുത്തേ. ഒന്ന് പൊടി. എനിക്ക് പറ്റില്ല, എനിക്ക് ഇന്ത് മോളെ വലുത് തല്ല വന്നു മോളെ. വായിച്ചോ നീ? മൊത്തം വായിച്ചിട്ടുണ്ട്. ഏകദേശം എന്താണ് മനസ്സിലായോ? 55% യൂട്യൂബിൽ 55% കിട്ടുള്ളൂ യൂട്യൂബിൽ നിന്ന്. പുഷ്പയാണ് യൂട്യൂബ് അല്ലേ? പുഷ്പയാണ്. സബ്സ്ക്രിപ്ഷൻ റവന്യൂ ആണല്ലേ പറഞ്ഞത്? 55% അഡ്വർടൈസിംഗ് റവന്യൂ, സബ്സ്ക്രിപ്ഷൻ. ആഡ്സ് അനക്ക് ഒരിക്കലും ഫുള്ള് പൈസയും കിട്ടാൻ പോകുന്നത് സ്ക്രീൻഷോട്ട് വേണ്ട. സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കണ്ട. ഈ ഏകദേശം നമുക്ക് മനസ്സിലായി. ഇത് അപ്രൂവലൊന്നും പോയിട്ട് അപ്പീലൊന്നും പോകണില്ലല്ലോ എത്ര പൈസക്ക് കിട്ടാമെന്ന് പറഞ്ഞു. വേറെ പണിയില്ല, കോടതി കൊടുത്തില്ലേ? ഓ, റിവ്യൂ യുവർ ആഡ്. നെക്സ്റ്റ് കൊടുക്ക്. ഫിനിഷ് ലേറ്റർ അല്ല, നെക്സ്റ്റ് കൊടുക്ക്. മോണിറ്റൈസ് യുവർ എക്സിസ്റ്റിംഗ് വീഡിയോ. അതായത് സീന് എടി ഇന്ദുമോക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയി. നീ കണ്ടോ? എന്തൊരു ദേഷ്യം നോക്ക് അവക്ക്. എന്നാ ഓൾറെഡി കൺഗ്രാജുലേഷൻ പറഞ്ഞത്. അമ്പോ വല്യമ്മ സമ്മതിക്കില്ല എന്നോട് നല്ലോണം. എന്നുവെച്ചാൽ എന്താ സംഭവം? എന്നുവെച്ചാൽ എന്താ അർത്ഥം പറയും? എക്സിസ്റ്റിംഗ് വീഡിയോസ് മോണിറ്റൈസ്. അപ്പം അതിന് വാച്ച് കിട്ടിയാലേ, അതായത് ഇനി ഇടുന്ന വീഡിയോസിന് മോണിറ്റൈസേഷൻ ഓൺ ആവുന്നു അല്ല, ഇനി ഇടുന്ന വീഡിയോസിന് മോണിറ്റൈസേഷൻ ഓൺ ആവും. ഉള്ള വീഡിയോസിനൊക്കെ ഇപ്പൊ തൊട്ടുള്ള റീച്ചിനനുസരിച്ച് മോണിറ്റൈസേഷൻ ഓൺ ആവുന്നു. മോണിറ്റൈസ് ഓൺ കൊടുക്ക്. മോണിറ്റൈസേഷൻ യുവർ വീഡിയോസ് ദിസ് യൂഷ്വൽ ടേക്ക് എ മിനിറ്റ്.
മോണിറ്റൈസേഷൻ ഓണായി. സീ മൈ അനലിറ്റിക്സ്. എടി ഇതൊക്കെ ഡ്രീമാട്ടോ. ഇതൊക്കെ സീ മൈ അനലിറ്റിക്സ് നോക്ക്. ഫസ്റ്റ് ടൈമെങ്കിലും ഒരു അനലിറ്റിക്സ് നോക്ക്. ഇത്രയും കാലം ഞാനാണ് നോക്കിയത്. ഇതാണ് എൻ്റെ ഈ ഇപ്പോൾ പോസ്റ്റിംഗ് ചെയ്യുന്ന രീതി കേട്ടോ. ഇതാ ഇവിടെ പോസ്റ്റിങ്സ് ആണ് കാണുന്നത്. ഒരു ദിവസം 4 വീഡിയോ, ഒരു ദിവസം 6 വീഡിയോ, ചില ദിവസം ഉണ്ടാവില്ല. 6, 3, 2, 4, 5 വീഡിയോ വെച്ചിട്ട് ഒരു മാസം. ദേവ് ചെയ്തില്ല അമ്മ. ദേവിന് കിടന്നുറങ്ങണോ, ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മോണിറ്റൈസേഷൻ ഉണ്ടായി. സിഗ്നേച്ചറും ഫോട്ടോ വേണം. ഫോട്ടോ കണ്ടന്റ് കൊടുക്ക്. ഇത്രയും മില്യൺ വ്യൂസ് ഉണ്ട് എനിക്ക് ഒരു മണിക്കൂറിൽ. ഇതാണ് എൻ്റെ മോണിറ്റൈസേഷൻ. ഇനി കണ്ടന്റ് എടുത്ത് അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ഓണായിട്ട് കാണിക്കും. മൊത്തം റവന്യൂ ആണ് ഈ മോണിറ്റൈസേഷൻ്റെ. മൊത്തത്തിൽ മോണിറ്റൈസേഷൻ ഓണായി. എല്ലാവരും കുറച്ച് സമയം കണ്ട് എനിക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങാനുള്ള പൈസ ആക്കി തരാന്ന്. മൊത്തം മോണിറ്റൈസേഷൻ ഓണായി. ഇനി ഡാഷ്ബോർഡ് എടുത്ത് നോക്ക്. ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് 9. ഇതിനൊക്കെ എനിക്ക് മോണിറ്റൈസേഷൻ ഓണായി. അനക്ക് ഓരോ കേക്കും പൈസ വെച്ച് കിട്ടും. ഇത്ര പൈസ വെച്ച് കിട്ടും ഒരു കേക്ക്. എടീ സന്തോഷം. അമ്മേ പ്ലീസ് അമ്മേ ഇതൊരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്തുമോ ലൈഫ് സംബന്ധിച്ചോ. ദേവു എന്താ എന്ത് പറഞ്ഞു പോ ദേവിനോട്. ദേവു എന്തുമോളെ വ്ളോഗ് അല്ലേ ഇത്? അയ്യോ പാവം എന്തുമോളമ്മേ. അപ്പോൾ അങ്ങനെ പറഞ്ഞേ. ഇപ്പൊ അമ്മയ്ക്ക് എന്താ പറയാ എന്തുമോളെ സംബന്ധിച്ചോളാം. ഇന്നത്തെ ദിവസം ഓക്ക് മോണിറ്റൈസേഷൻ ഓണായ ദിവസമാണ്. ഏത് കൊല്ലം ഓൾ റിമെമ്പർ ചെയ്യുന്നൊരു ഡേ ആണ്. എന്താ അമ്മയ്ക്ക് തോന്നുന്നത് ഈ ഒരു ദിവസം, ഈ ഒരു സമയം? പ്ലീസ് അമ്മയ്ക്ക് എന്താ ഷെയർ ചെയ്യാനുള്ളത്? ആ ഒരു ഇതുപോലെ അതൊക്കെ വിട്. ഓളെ എവിടെ കിടങ്ങി കിടക്കട്ടെ, അത് അവളെ ഇഷ്ടം. എല്ലാവർക്കും മൗലിക അവകാശങ്ങൾ. എടി അണക്ക് ഇന്ന് മോണിറ്റൈസേഷൻ ഓണായി. ഈ ഇടുന്ന ഓരോ വീഡിയോ സെലിബ്രേറ്റും ചെയ്തു. ഞങ്ങള് ചിക്കനും കഴിച്ച് ഫ്രൈഡ് ചിക്കൻ കിട്ടി. ഇന്ന് ശരിക്കും അറിയാതാണ് സെലിബ്രേഷൻ. എടി അണക്കിന്ന് മോണിറ്റൈസേഷൻ ഓണായി. ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ്. സത്യമായിട്ട് മോളെ എനിക്ക് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് തിങ് ഐ ഹാഡ് എവർ ഡൺ. കൊടുകൈ എൻ്റെ ഹാർഡ് വർക്കാണ്. പേജിൽ ഫുള്ള് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇട്ട അമ്മയ്ക്ക് അമ്മ കൂടിയത് വലിയൊരു അനുഗ്രഹമാണ്. സത്യമായിട്ട് അമ്മ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ വീഡിയോ എടുക്കാൻ അമ്മ സമ്മതിക്കാതെ നിന്നിട്ട് പോലും ഞാൻ എടുത്തിട്ട് അമ്മ എഡിറ്റ് ചെയ്തിട്ട് അതൊരു വലിയൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ അമ്മയോട് ഒരുപാട് സന്തോഷം കേട്ടോ. അമ്മ അങ്ങനെ കൂടിയത് കേട്ടോ. ഇന്ന് ഇതുപോലെ മോണിറ്റൈസേഷൻ ഓണായ ദിവസം എനിക്ക് ഐ ആം സോ പ്രൗഡ്. ഇതുപോലെ പ്ലേ ബട്ടൺ അവിടെ വരൂ 3 മാസം 4 മാസം കഴിയുമ്പോൾ. യു കാൻ ബിലീവ് ദാറ്റ്. കിട്ടുന്നൊരു കാരണം നിങ്ങൾ ഫുൾ പണി നിങ്ങളെ എടുത്ത് നിങ്ങളെ മുഖം അപ്പൊ ക്യാപ്ചർ ചെയ്യണ്ട. ഞാൻ ഹാപ്പി. ഐ ആം സോ ഹാപ്പി ഫോർ യു. അയ്യോ കോപ്പറേറ്റ്. അമ്മേ മോണിറ്റൈസേഷൻ ഓണായി. അച്ഛനോട് പറഞ്ഞേ. അച്ഛേ മോണിറ്റൈസേഷൻ ഓണായി. വെരി ഗുഡ്. എന്തുപോലെ അടിപൊളിയല്ലേ? എല്ലാത്തിനും ഇനി ഇട്ട് കഴിഞ്ഞ വീഡിയോക്കൊക്കെ റവന്യൂ കിട്ടാൻ പോവാ. ഇട്ട് കഴിഞ്ഞ ഇനി അങ്ങോട്ടേക്കുള്ള വ്യൂസിന് നടക്കാം. അപ്പൊ ഇന്ന് തൊട്ട് ജനറേറ്റ് ചെയ്യുന്ന വ്യൂസിനൊക്കെ റവന്യൂ ഉണ്ടാവും. പഴയതിനും കിട്ടും, പഴയതിട്ടനൊക്കെ കിട്ടും. ഓക്കെ, ഓളോട് എന്താ പറയാനുള്ളത് ഇനി? ഓക്കെ, ഇനി യൂട്യൂബിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിന് ഓൾക്ക് ഒരു ബ്ലെസ്സിങ് കൊടുക്കാൻ അച്ഛൻ എന്താ പറയാനുള്ള? ഒരുപാട് അല്ലേ? ഓളും ചെയ്യട്ടല്ലേ? അല്ലേ? ഉഷാറാവട്ടെ. ഓക്ക് ഈ വർഷം അവസാനമാകുമ്പോ എത്ര സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്ന അച്ഛൻ തോന്നുന്നേ? അച്ഛന് 100 എന്ത് 100K എത്തുള്ളൂ? അല്ലല്ല 100K അല്ല എത്തുക. അമ്മയ്ക്ക് എത്ര തോന്നുന്നു? എത്ര കെയിലേക്ക് എത്തുന്ന ഇതുപോലെ ഈ വർഷം അവസാനം ആകുമ്പോ യൂട്യൂബില് സബ്സ്ക്രൈബേഴ്സ്? അച്ഛൻ 100K പറഞ്ഞ അമ്മ എത്ര? നല്ല വീഡിയോസ് ഒക്കെ ഇട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യൊക്കെയാണെങ്കിൽ 500K ഒക്കെ കഴിയും. 500K കഴിയും? അത് അടിപൊളിയാ. ചിലപ്പോ കഴിയും, സാധ്യത ഉണ്ട് അല്ലേ? 500K ഇതുപോലെ എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ട്. എന്നിലെരിഞ്ഞു തുടങ്ങിയ കേട്ടോ. 500K ഇതൊക്കെ വായിച്ച് നോക്ക്. ഇത്ര കാലത്തിന് ശേഷം ഫസ്റ്റ് ടൈമായിട്ട് ഈ യൂട്യൂബിന്റെ ഈ അനലിറ്റിക്സ് ഒക്കെ തുറന്നപ്പോ എന്ത് തോന്നി? ആദ്യമായിട്ട് കാണാണല്ലോ. പൂമ്പാറ്റ എന്ത് കുറെ ലൈക്ക് വരുന്നുണ്ട് അല്ലേ? അങ്ങനെ കുറെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം നന്ദി പറയാണ്ട്. എന്തിന്? സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ വീഡിയോ കണ്ട് വെറുപ്പിക്കാൻ സഹിക്കുന്നതിന് ഒരുപാട് നന്ദി പറയാനുണ്ട് അല്ലേ? ഈ ഒരു വലിയ ക്രിയേറ്റർ ആയിരുന്നു. നീ എസ്റ്റാബ്ലിഷ്ഡ് ആയി. യൂട്യൂബിന്റെ കുറെ ക്രിയേറ്റർ സപ്പോർട്ട് എനിക്ക് കിട്ടാൻ വേണ്ടി പോവാണ്. യൂട്യൂബ് എന്റെ വീഡിയോ നീ കൂടുതൽ പുഷ് ചെയ്യും. യുവർ വീഡിയോ സെക്കൻഡ് തേർഡ് യുവർ വീഡിയോ ഈസ് ബ്ലോക്ക്ഡ് ഇൻ സം ടെറിട്ടറീസ് അല്ലേ? സെക്കൻഡ് ആൻഡ് തേർഡ് ട്യൂപ്പൽ നാച്ചുറൽ പോയിന്റ് എന്ന് വെച്ചാൽ ഈ ഉപയോഗിച്ചൊരു പാട്ടുണ്ട്. ആ പാട്ട് കോപ്പിറൈറ്റ് അടിക്കും. ആ പാട്ട് കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് വരുന്ന സ്ട്രൈക്ക് നോട്ടിഫിക്കേഷൻ. സ്ട്രൈക്ക് അല്ല, ഇല്ലടി, ദിസ് ഇസ് നോട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. ഇതെന്താ അറിയോ? വ്യൂ ഓപ്ഷൻസ് കൊടുത്തു നോക്കുക. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാവും? ഉണ്ടോ ഈ വീഡിയോയില്
പുട്ട് ആ പാട്ട് നമ്മൾ കോപ്പിറൈറ്റ് ആ മ്യൂസിക് നമ്മൾ എടുത്തത് അങ്ങനെയാണ്. അപ്പൊ അതിനോണ്ട് വരുന്നത് അതൊന്നും വിഷയമൊന്നുമില്ല. നമുക്ക് സ്ഥിരമാണ് കുറെ. എൻ്റെ ഒരു ദിവസം എൻ്റെ ഒരു സ്ട്രൈക്കൊക്കെ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ. ആരായിട്ട് നോക്ക് എൻ്റെ വ്യൂസ് ഒക്കെ ന്യൂ അച്ചീവ്മെന്റ് ഇത് കണ്ടോ യൂട്യൂബിൽ ഇങ്ങനെ എല്ലാ ആഴ്ച അനലിറ്റിക്സ് ഒക്കെ നോക്കി പഠിക്കുന്നവർക്കുള്ള ഓരോ സാധനങ്ങൾ വരുന്നത്. അപ്പോൾ അച്ചീവ്മെന്റ് പറഞ്ഞാൽ ഇത്ര വ്യൂസ്, അതായത് 1 100,000 10,000 ലാക്ക് 10 ലാക്ക് 10 ലാക്ക് അല്ലല്ലോ 10 മില്യൺ 10 മില്യൺ പറഞ്ഞാൽ എത്ര വ്യൂസാ? 1 കോടി വ്യൂസ് ആണ് കിട്ടുന്നത്. 1 കോടി വ്യൂസ്, 1 കോടി ജനങ്ങളാണ് ഈ കോഴിക്കോട് ജില്ലയിൽ ഒതുക്കാൻ പറ്റില്ല. മുക്കത്ത് മൊത്തത്തിൽ 1 കോടി ജനങ്ങൾ വന്നിട്ടുണ്ട്. മറ്റേ ശിവരാത്രിക്ക് എത്ര ആൾക്കാർ വരുന്നുണ്ട്? അപ്പോൾ 1 കോടി ആൾക്കാർ വന്ന് അന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരനെ അന്നിങ്ങാണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സുള്ള ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വീഡിയോ കാണുക അല്ലേ, പ്രൗഡ് മൊമെന്റ് നമ്മളെ പ്രൗഡ് മൊമെന്റ്. ഐ എം സോ ഹാപ്പി. എന്താ പറയാനുള്ളത് ഈ നിമിഷത്തില്? ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പറഞ്ഞാൽ എവിടെ എത്താത്തവർക്ക് ഒരു കരിയർ ഉണ്ടാവണമെങ്കിൽ അത് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു കരിയർ ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഡെയിലി വീഡിയോ ഇടാനും ഡിസിപ്ലിനോടെ വർക്ക് ചെയ്യാനുള്ള മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. യൂട്യൂബ് ഈസ് നോട്ട് എ ബിഗ് തിങ് ഫോർ എവരി വൺ ഇൻ ദിസ് വേൾഡ് ക്യാൻ ഡു. പൈസ നല്ല പൈസ കൊടുത്തിട്ട് നല്ലൊരു ഫോൺ വാങ്ങണം, അത് മാത്രമേ ഉള്ളൂ. കാരണം ഫോണോ അല്ലെങ്കിൽ ക്യാമറ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ഇടണം. ആ ക്വാളിറ്റി 4K അത്രയും ബെറ്റർ. കാരണം ഇപ്പോൾ ക്വാളിറ്റി ക്രിയേറ്റേഴ്സാണ് കൂടുതലുള്ളത്. അപ്പോൾ സൗണ്ടും കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോൺ വാങ്ങണം. ഷീ ഗോട്ട് ദ ലേറ്റസ്റ്റ് ഫോൺ. അതെനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റി. 16 Pro Max. ടി വി ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ചെയ്യേണ്ട സാധനങ്ങൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള മനസ്സ് ആർക്കും ഇല്ല, എനിക്കും ഇല്ല. അപ്പോൾ പക്ഷേ ഇവിടെ കുറച്ച് വർക്ക് ചെയ്ത് ഒരു 100-102 വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഇവിടുത്തെ റീച്ചിലേക്ക് എത്തി. അപ്പോൾ നിങ്ങളും ചെയ്യുക, അത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തുപോലെ പവറിങ് ഓഫ് ആവുന്നതിന് മുമ്പ് ഒരു കാര്യം പറയും. ഇന്നത്തെ ദിവസം ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ വെറുതെ കച്ചറ കളിക്കാനിടയില് വെറുതെ തുറന്നു നോക്കിയാണ്. അപ്പൊ അപ്രതീക്ഷിതമായിട്ടാണ് ഞാനും കൂടെ ഉള്ളപ്പോ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളിത് ബാക്കി നോക്കി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്. പവറിങ് ഓഫ്.